ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഞായറാഴ്ചത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടൊന്ന് മിറ്റമൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ. അപ്പോൾ ഇത് ഞങ്ങൾ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് പിടിച്ച് വരുന്നതേ ഉള്ളൂ. കുറച്ച് ചുമപ്പ് ചീരയും കുറച്ച് പച്ചച്ചീരയാണ് കേട്ടോ. അപ്പം മിറ്റമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. വളരെ കുറച്ച് കൃഷിയും വളരെ കുറച്ച് ചെടികളും നട്ടിട്ടുണ്ട്. അതിനുശേഷം തുണിയൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. തുണി ഇന്ന് ഞായറാഴ്ചയല്ലേ, കുറച്ച് കൂടുതൽ തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് ചായ ഇട്ട് കുടിക്കുകയാണ്. അത് എല്ലാ വീഡിയോയിലും ആസ് യൂഷ്വൽ പറയുന്നൊരു കാര്യമാണല്ലേ, രാവിലെ ചായ കുടി. അതെപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിയും ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. മുട്ട ഞാനൊന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ദേ കടലക്കറിക്കുള്ള കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കടലക്കറി ഉണ്ടാകുന്നത്. നേരത്തെ ഈ സബോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് വാട്ടി ആ ഒരു രീതിയിൽ സമയമെടുത്താണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ്, കുക്കറിലോട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വിസിലടിച്ച് ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതേ സബോള ഏകദേശം ഒരു സബോള എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ അരിഞ്ഞിടുകയാണ്. അപ്പോൾ സവോള, ഇതിൻ്റെ ഇടയ്ക്ക് ചായ കുടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വാങ്ങിച്ചു കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചു കേട്ടോ. കുഴപ്പമില്ല, അത്ര നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എന്തായാലും അതാണ് ഇടുന്നത് ഇപ്പം കറികൾക്ക് കൂടുതലും. ഇപ്പോൾ അതാണ് ആകുമ്പോൾ എളുപ്പപ്പണിയാണ്. ഇതാണ് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ചെറിയൊരു പാക്കറ്റ്. നല്ലതാണോ എന്ന് നോക്കിയിട്ട് കൂടുതൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലപ്പൊടി കേട്ടോ. ഞാൻ എല്ലാം ഇങ്ങനെ ടിന്നിലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. മീറ്റ് മസാലയും ഞാൻ ഇതുപോലെ ടിന്നിലാക്കി എഴുതിയൊക്കെ വെച്ചു കേട്ടോ. എൻ്റെ അടുക്കളയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പകൽ സമയത്ത് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര ചൂടാണ്. ഇപ്പം നല്ല ചൂട് സമയമല്ലേ, അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെ തന്നെ ജോലി തീർത്തിട്ട്, വർക്കിംഗ് ഡേ ദിവസങ്ങളിലൊക്കെ മാക്സിമം രാവിലെ ജോലി തീർത്തിട്ട് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഞാൻ കിച്ചണിലോട്ട് കയറാറുള്ളൂ. ഇന്ന് സൺഡേ നടക്കത്തില്ല പരിപാടി. സൺഡേ ഫുൾ കിച്ചൺ ഓണാണ്. കിച്ചൺ അടയ്ക്കുന്ന കാര്യം നടക്കത്തില്ല, സത്യം പറയാമല്ലോ. അപ്പോൾ അതേ ഇടിയപ്പത്തിനൊക്കെ ഉള്ള കുഴച്ച് വെച്ചു കേട്ടോ. ആവശ്യത്തിനുള്ള പൊടിയെടുത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്കർ അവിടെ വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കടലക്കറി ആക്കാമല്ലോ. പിന്നെ ഞാനങ്ങനെ ഇടിയപ്പത്തിന് ഇതിടില്ല കേട്ടോ, തേങ്ങ ഇടത്തില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ ഇടിയപ്പത്തിന് തേങ്ങ ഇടുന്നത്. പുട്ടിനിടും, ഇടിയപ്പത്തിനിടത്തില്ല. കാരണം വേറൊന്നുമല്ല, മിക്കവാറും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഈവനിങ്ങിൽ മിച്ചം വരും. നമ്മൾ ആ ഉണ്ടാക്കുന്നത് മിച്ചം വരും. അപ്പം ഞാനത് ഈവനിങ്ങിലോട്ട് മാറ്റി വെക്കും, മനസ്സിലായോ? അപ്പോൾ അത് ചീത്തയാവും, തേങ്ങ ഇട്ട് കഴിയുമ്പോൾ ചീത്തയാവും. പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി, എപ്പോഴും ഒരുപോലെയല്ലേ വെക്കുന്നതെന്ന് വെച്ചാൽ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് തേങ്ങ ചിരണ്ടി നമ്മുടെ ഇടിയപ്പത്തിൽ പുറത്തിങ്ങനെ തൂകിയിടാമെന്ന് വെച്ചോ. ചില ആളുകൾ അടിഭാഗത്താണ് ഇടുന്നത്. തേങ്ങ ഇട്ടിട്ട് ഇടിയപ്പം ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും, അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ പുറത്താണ് കേട്ടോ ഇട്ടത്. അപ്പോൾ എന്നാലും മിച്ചം വരും, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കും, അങ്ങനെയാണ്. പിന്നെ എല്ലാം നമ്മൾ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, ആ തട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് അതൊരെണ്ണം കഴിച്ചാൽ മതി. ഇപ്പം ഞാനായിരിക്കും മിക്കവാറും ആ ഒരെണ്ണം കഴിക്കുന്നത്. അങ്ങനത്തെ അതേ മുകളിലാണ് ഞാൻ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കളയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞില്ലായിരുന്നോ? മെയിനായിട്ട് ഞാൻ എൻ്റെ അടുക്കളയിൽ വോളുണ്ടല്ലോ, ഈ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇരിക്കുന്നതിൻ്റെ വോളിൽ കുറച്ച് ഭാഗത്ത് ഞാൻ ഇങ്ങനെ വോൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു ഇരുട്ടാണെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ഇങ്ങനെ ലൈറ്റില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യുന്നു. വേറെ വൃത്തികേടായിട്ടൊന്നും അവർ പറഞ്ഞില്ല, ഒരു ഡാർക്ക്നെസ് ഫീൽ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു.
അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ കുറച്ച് വാൾപേപ്പർ വാങ്ങിച്ച് ഒട്ടിക്കാവുന്ന. അത് ഇപ്പോഴും അല്ല, പണ്ടേ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് റെൻറ്റിന് താമസിക്കാൻ പോയ വീട്ടിലും ഞാൻ വാൾപേപ്പർ വാങ്ങിച്ച് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ആ ഭിത്തിയിലോട്ട് തെറിച്ച് വീഴും. അത് ഏകദേശം ഒരു വൈറ്റ് പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ വീട് വൃത്തികേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചു കൊടുത്തു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച. പക്ഷെ എനിക്ക് അങ്ങനെ അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഒന്നാമത്തെ കാര്യം അത് തികഞ്ഞില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചാൽ കണ്ടോ, കുറച്ച് ഷെയ്ഡൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഇതിൽ കാണുന്നുണ്ട്, കുറച്ച് ഷെയ്ഡ് മാത്രം ഇങ്ങനെ വാൾപേപ്പർ. അങ്ങനെ ഇടിയപ്പവും കടലക്കറി അവിടെ ആക്കിയതിന് ശേഷം ഞാൻ കണ്ണിമാങ്ങ വറുക്കാൻ പോയതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു മാവുണ്ട്, അവിടെ നിറച്ച് കണ്ണിമാങ്ങ താഴെ വീണ് കിടക്കും. ഇന്ന് പക്ഷേ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ഉപ്പിലിട്ട് വെക്കണം, അതൊരു ആഗ്രഹമായിട്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം. ഇടിയപ്പവും നല്ല കടലക്കറിയായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്ത് പോയിരുന്ന കേട്ടോ കഴിച്ചത്. എനിക്ക് വീട്ടിനകത്തിരിക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല, കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അങ്ങനെ ഇടിയപ്പവും കടലക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയല്ലേ, അപ്പോൾ കുറച്ച് നേരം ടി വിയിൽ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാനായിട്ട്. ഇടാൻ പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഭാഗമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുവാണ് കേട്ടോ. അപ്പോൾ രാജേഷണം ചിക്കൻ മേടിക്കാൻ പോയായിരുന്നു. ഇന്ന് സൺഡേ അല്ലേ, സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടേന്നും പറഞ്ഞ് ചിക്കൻ മേടിക്കാൻ പോയി. അതിന് മുമ്പ് ഇനി ഉച്ചയ്ക്കത്തെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ടി വിയൊക്കെ കണ്ട് കുറച്ച് നേരം ഫാനിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് അതിന് ശേഷം ഫാൻ കാറ്റൊക്കെ കൊണ്ടുവന്ന് ഇരുന്നതിന് ശേഷം എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കുവാണ് കേട്ടോ. അതൊരു പണിയാണല്ലേ തൂത്തുവാരൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള ദിവസം ഒരു ദിവസം 2-3 പ്രാവശ്യം തൂക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ഒരു ചെറിയ മേശ പോലെയുണ്ട്, അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണൻകുട്ടനെ മരുന്ന് വെക്കുന്ന ഒരു പച്ച പാത്രമുണ്ട് കേട്ടോ, അത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മേശപ്പുറത്ത് ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു നെഗറ്റീവായിട്ട് തോന്നി കേട്ടോ. ഞാൻ അവിടെ നിന്ന് മാറ്റിയത്. അപ്പം അണ്ണൻ പറയുകയും ചെയ്തു, എന്തിനാ അത് അവിടെ നിന്ന് മാറ്റുന്നത്, ഇപ്പോഴും കണ്ണൻകുട്ടന് വൈറ്റമിൻ മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഹെൽത്തി സപ്ലിമെൻ്ററി അങ്ങനെയൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാ അലർജിയുടെ മരുന്ന് അങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എന്തിനാ അവിടെ നിന്ന് മാറ്റുന്നതെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കെന്തോ അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് തോന്നി. എനിക്ക് എൻ്റെ മൈൻഡിൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യണം, ഇങ്ങനെ മൂഡ് ഓഫായിട്ട് കുത്തിയിരിക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. നമ്മൾ റെൻറ്റിന് താമസിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദിവാങ്കോട്ടിലെ തുണിയൊക്കെ കഴുകാനിട്ട് കേട്ടോ, എല്ലാ ആഴ്ചയിലും ഞാനത് മാറ്റും കേട്ടോ. അപ്പോൾ അത് മാറ്റിയൊക്കെ വിരിച്ചിട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ രാജേഷണം ചിക്കൻ മേടിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കുപ്പി തണുത്ത വെള്ളം വാങ്ങിച്ചോണോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു കുപ്പി തണുത്ത വെള്ളം വാങ്ങിക്കണമെന്ന്. ഞാനിവിടെ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെക്കാറില്ല, വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണൻകുട്ടനെങ്ങാനും എടുത്ത് കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെക്കാറില്ല. എന്തായാലും പുറത്ത് പോയതല്ലേ, ഒരു കുപ്പി തണുത്ത വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടൻ എന്തോ ഒരു ജ്യൂസ് കേട്ടോ, തണുക്കാത്തതാണ്, കണ്ണൻകുട്ടന് തണുത്ത ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. തണുക്കാത്ത എന്തോ ജ്യൂസ് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും കൊടുത്തു കേട്ടോ. പൊന്നുകുട്ടിയുണ്ട്, പൊന്നുകുട്ടിക്ക് റിവിഷൻ ആയതുകൊണ്ട് ചെറിയൊരു പഠനത്തിലൊക്കെയാണ് പൊന്നുകുട്ടി. അപ്പോൾ ഈ ചിക്കൻ കൊണ്ടുവന്നതൊക്കെ എടുത്ത് പാത്രത്തിൽ വെച്ച് കേട്ടോ. അതൊന്നിനി ക്ലീൻ ചെയ്യണം, ഞാനല്ല അതൊന്നും ക്ലീൻ ചെയ്യുന്നത്, ചിക്കൻ ക്ലീനിങ്ങൊക്കെ രാജേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ തുണിയൊക്കെ കഴുകി വിരിക്കുകയാണ്, അതൊക്കെ ഡ്രയറിലൊക്കെ ഇട്ട് ഉണക്കി. കുറച്ച് തുണി വിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ അങ്ങ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഈ ചോറ് വെക്കാനായിട്ട് വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ ഇത് അരിയാണ് കേട്ടോ ഈ പാത്രത്തിൽ. ഞാൻ റേഷൻ കടയിലെ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, പുഞ്ചേരിയും പിന്നെ വെള്ളയരി. ഈ പ്രാവശ്യം 2 അരിയും ഞാൻ വാങ്ങിച്ചു. സാധാരണ പുഞ്ചേരി മാത്രമേ വാങ്ങിക്കാവുള്ളൂ, ഈ പ്രാവശ്യം 2 അരി വാങ്ങിച്ചു. പിന്നെ അടുക്കളയിൽ കുറേ മാറ്റങ്ങൾ, ഇതുപോലെ അരികളൊക്കെ ഞാൻ ടിന്നിലാക്കി വെച്ചു. റേഷൻ അരി, വെള്ളയരി, പച്ചരി, പിന്നെ നമ്മുടെ പയർവർഗ്ഗങ്ങളെല്ലാം ഞാൻ ടിന്നിലാക്കി നല്ല സെപ്പറേറ്റ് ആയിട്ട് വൃത്തിക്ക് വെച്ചു കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാം വെച്ചു, അതാകുമ്പോൾ നമുക്ക് എളുപ്പവുമാണ്. അപ്പോൾ ഈ അരിയൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഞാൻ അരി ഇടുകയാണ് കേട്ടോ. ഇവിടെ റേഷൻ കടയിൽ അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്.
വേറെ അരികളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കണ്ണൻകുട്ടന് ഒരു ഹെൽത്തി ഫുഡ് കൊടുക്കുന്നുണ്ട്. അതൊരു ദിവസം ഞാൻ വീഡിയോ ഇടാം. 1-2 പേര് ചോദിച്ചു കേട്ടോ, അതെന്താ ഇടാത്തേ, ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കൊടുത്തു കേട്ടോ, ആ ഫുഡ് എന്താണെന്ന് നമുക്ക് നമ്മുടെ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. അപ്പം അരിയൊക്കെ തിളച്ചു, രാജേഷനോടെ ചിക്കനൊക്കെ കഴുകി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. തക്കാളി, പച്ചമുളക്, പയർ, സബോള, അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ചെറിയ മിസ്റ്റേക്കൊക്കെ നമ്മൾ പറയുന്നതിലുണ്ടാകും കേട്ടോ. നമ്മളിത് കണ്ട് അങ്ങ് പറഞ്ഞു പോവുകയാണല്ലോ. വീഡിയോ എടുപ്പും പാചകവും ഇതുപോലെ നമ്മൾ വോയിസ് ഓവർ ചെയ്യുക എല്ലാം ഒരു എന്താ പറയണ്ട, അതൊക്കെ ഒരു അതിൻ്റെതായ രീതിയിൽ ചെയ്തു പോവാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം. ഒന്നും എക്സ്പേർട്ട് അല്ലല്ലോ, എല്ലാം പഠിച്ചു വരികയാണ്. പിന്നെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്ന് ഇപ്പോൾ നമുക്കിതിൽ നിന്നും ഏണിങ്സും ഇതിൽ നിന്നും ഒരുപാട് ഗുണങ്ങളുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടൊന്ന് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഇച്ചിരി അത്യാവശ്യം ലോങ് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ വ്ളോഗാണ്. എല്ലാവരും ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പഴം മുറിച്ചെടുക്കുന്നു കേട്ടോ. പഴം എന്തിനാണ് മുറിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് പുളിശ്ശേരി, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ചിക്കൻ കറി മാത്രം കൂട്ടി എങ്ങനെയും ചോറ് കഴിച്ച് മാറിയിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാജേഷാണ് ഒരു പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഴമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പഴം മുറിച്ചിട്ട്, ഏത്തപ്പഴമാണ്, അത് മുറിച്ച് അതിലോട്ട് കുറച്ച് പച്ചമുളക്, ഞാനിങ്ങനെയാണ് കേട്ടോ പുളിശ്ശേരി വെക്കുന്നത്. കുറച്ച് പച്ചമുളക് കൂടി മുറിച്ചിട്ടു. അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ചാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ശകലം, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നമ്മൾ പഴം പുളിശ്ശേരി എന്ന് പറയത്തില്ല അത്. പിന്നെ ശർക്കര, ഒരു 2 കഷ്ണം ശർക്കര കാണുന്നുണ്ടല്ലോ അല്ലേ, 2 കഷ്ണം ശർക്കര. ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആ പഴം ഒന്ന് വേകണമല്ലോ, അതിന് വേണ്ടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. കുറച്ച് കാര്യങ്ങൾക്ക് തേങ്ങ വേണം കേട്ടോ. പുളിശ്ശേരിക്കും വേണം, പിന്നെ വേറൊരു ഐറ്റവും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ആയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു ജോലിയാണ്. പിന്നെ റേഷണൻ ചിക്കൻ്റെ കാര്യങ്ങൾ അവിടെ വൃത്തിയാക്കുമല്ലേ, എന്ത് ചെയ്യാനാ, എന്നാൽ പിന്നെ ചെയ്താക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങ ചിരണ്ടുവാണ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു ജോലിയാണ് കേട്ടോ തേങ്ങ ചിരണ്ടുന്നത്. കുറച്ച് കൂടുതൽ ചിരണ്ടി ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, പക്ഷെ എനിക്ക് കഴിയേല. അപ്പോൾ അതേ തേങ്ങയിലോട്ട് കുറച്ച് ജീരകവും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നുള്ളു മഞ്ഞൾപ്പൊടി, ഓൾറെഡി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, എന്നാലും ഇതിൽ നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ പഴം അവിടെ വെന്ത് കാണും. പഴവും പച്ചമുളകും ഒക്കെ കൂടെ നന്നായിട്ട് വെന്ത് പിടിച്ച് കാണും. അതിലോട്ട് നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ തേങ്ങ അരച്ചെടുത്തില്ല, അരപ്പ് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഉപ്പൊക്കെ ഉണ്ട്. അതിന് ശേഷം കുറച്ച് തൈര് കേട്ടോ, മിൽമയുടെ തൈരാണ്. ആ തൈര് ഞാൻ ആ സെയിം ജാറിലോട്ട് ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്തിട്ട് ആ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്തിടുന്നതിന് കുറച്ച് കറിവേപ്പില കിട്ടി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കറിവേപ്പില കിട്ടിയില്ലെന്ന്, പക്ഷെ ഞങ്ങളുടെ ഇവിടെ തന്നെ കുറച്ച് കറിവേപ്പില കിട്ടി കേട്ടോ. അപ്പം ജസ്റ്റ് കടുക് ഇറക്കുകയാണ്. ഉലുവയും പിന്നെ അങ്ങനത്തെ കുറച്ച് നമ്മുടെ പാത്രം കണ്ടോ, എണ്ണ ഒഴിക്കുന്ന പാത്രം കണ്ടോ, ഞങ്ങൾക്കിപ്പോൾ കൊപ്ര ആട്ടിയിട്ട് ഞങ്ങൾ എണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ല, എൻ്റെ അച്ഛനാണ് അത് ചെയ്തു തരുന്നത്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുതരും, അല്ലെങ്കിൽ ഞങ്ങൾ ആലപ്പുഴയിൽ പോയി മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അത് നല്ല കന്നാസിൽ ഒരു 3 ലിറ്റർ 4 ലിറ്റർ അങ്ങനെയൊക്കെയാണ് എണ്ണ. ഇപ്പോൾ എണ്ണ അതുകൊണ്ട് ഞങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട കേട്ടോ. അവിടെ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് തേങ്ങ കിട്ടും, അത് അച്ഛൻ ഉണക്കി എനിക്ക് കൊപ്രയാക്കിയിട്ട് എണ്ണയാട്ടി തരും. അതൊരു ഗുണമായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ പുളിശ്ശേരി
ഉണ്ടാക്കുകയാണ്. പുളിശ്ശേരിയൊക്കെ സെറ്റായി കേട്ടോ. അതിന് ശേഷം കണ്ണൻകുട്ടനെ റെഡിയാക്കണം, കണ്ണൻകുട്ടനെ കുളിപ്പിക്കണം. കണ്ണൻകുട്ടനെ കുളിപ്പിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്, കണ്ണൻകുട്ടനെ പൊന്നുകുട്ടീനെയും കുളിപ്പിക്കണം. ഞായറാഴ്ച ദിവസം പൊന്നുകുട്ടീനെയും അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടനെയും കുളിപ്പിച്ചു കേട്ടോ. രണ്ടുപേരെയും കുളിപ്പിക്കണം, അതൊക്കെ ഒരു പരിപാടിയാണ്. പൊന്നുകുട്ടീനെയും സൺഡേ നന്നായിട്ടൊന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു ദിവസമല്ലേ നമുക്ക് അവരെ കയ്യിൽ കിട്ടുന്നത്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നല്ല തിരക്കല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അടുക്കളയിലോട്ട് പോവുകയാണ്. തോരൻ വെക്കണം. കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതില്ലെങ്കിൽ ഇനി പഴുത്തു പോകും എന്ന് പറഞ്ഞു. റേഷനും പറഞ്ഞാൽ അതിനി പഴുത്തു പോകും, അതും കൂടെ ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള തോരൻ നമ്മൾ വെക്കുമ്പോൾ തേങ്ങയൊക്കെ വേണമല്ലോ. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് തന്നെ ചതച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ തോരനിലോട്ട് ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടു, ഈ പാത്രം കൊള്ളാവോ? ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ട്. നല്ല പാത്രം, സ്പൈസസ് ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാത്രം. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചു കേട്ടോ. ചിക്കൻ കറി വെക്കാനായിട്ടുള്ളതാണ്. ഒരു ചീനച്ചട്ടിയാണ്. അതിൽ ഞാൻ നമ്മുടെ തോരൻ വെക്കാനായിട്ട് എണ്ണ ഒഴിച്ചു. കടുക് വറുത്തു, പിന്നെ കറിവേപ്പില, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് പച്ചക്കായ ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയിൽ ചതച്ചതും കൂടെ ഇട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ തോരൻ വെക്കുന്നത്. സിമ്പിളല്ലേ തോരൻ വയ്ക്കുക? തോരൻ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പച്ചക്കാത്തോരനും ഉണ്ട്. ചിക്കൻ കറി അവിടെ നമ്മുടെ പാനൊക്കെ അവിടെ വെച്ചു. ചിക്കൻ കറി രായേഷനാണ് കേട്ടോ കൂടുതലും വെക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, ഞായറാഴ്ച ദിവസം അങ്ങനെയാണ്, ഒരുമിച്ച് നിന്നുള്ള പാചകമാണ്. മിക്കവാറും അങ്ങനെ ആയിരിക്കും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്ന് രായേഷന് വല്ല വർക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നാലേ ഞായറാഴ്ച കൂടെ ഇല്ല അടുക്കളയിൽ കയറാതിരിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ചിക്കൻ കറി വെക്കാനായിട്ട് ആൾ കയറി. എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വരി ഇടുന്നുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല, ഏലക്കായോ സ്പൈസസ് ഏതാണ്ടൊക്കെയോ, പിന്നെ തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, പെരിഞ്ചീരകം, കറിവേപ്പില, എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുള്ളൊരു നല്ല അടിപൊളി ചിക്കൻ കറി ആയിരിക്കും കേട്ടോ. ഏത് രീതിയിൽ വെച്ചാലും ചിക്കൻ കറി ഇവിടെ സൂപ്പറായിരിക്കും. പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് ടേസ്റ്റാക്കി എടുക്കുന്നതിലാണ് കാര്യം. ചിലപ്പോൾ എരിവൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചതച്ചിടുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾ ചിക്കൻ കറി നല്ല സെറ്റപ്പാക്കി എടുക്കും. സബോള ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അതൊന്നും കാണിച്ച് വെറുതെ എന്തിനാ. ഒരുപാട് ചിക്കൻ കറിയുടെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് പേര് കണ്ടു, കമൻറ്റ് ചെയ്തു, ലൈക്ക് ചെയ്തു. എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ട്. ചില വീഡിയോസിനൊക്കെ 17 ലൈക്ക്, ചിലതിനൊക്കെ 5 ലൈക്ക്, ചിലതിനൊക്കെ 9, ചിലത് 10 ലൈക്കൊക്കെ ഇങ്ങനെ കയറിയും ഇറങ്ങിയും. എന്നാലും ലൈക്ക് ഇല്ലാത്തൊരു വീഡിയോ ഇല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മളെ ലൈക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് റിലേറ്റീവ്സും. ഞാൻ റിലേറ്റീവ്സിനെ ഇതിലധികം കൂട്ടത്തില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന കയ്യിലുണ്ടാവുന്ന റിലേറ്റീവ്സിനെ മാത്രമേ ഞാൻ ഇതിനകത്ത് കൂട്ടുന്നുള്ളൂ. കൂടുതലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സാണ് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ചേട്ടന്മാരായിട്ടും ചേച്ചിമാരായിട്ടും പിന്നെ അമ്മമാരായിട്ടും ഒക്കെയുള്ള യൂട്യൂബിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട്. എനിക്ക് അവരുടെ സപ്പോർട്ടാണ് എൻ്റെ യൂട്യൂബ് എനിക്ക് കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. ഇവിടെ നമ്മൾ നല്ല കറുത്ത ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളറിലിരിക്കണം ചിക്കൻ കറി. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ അവിടെ ആയി. പിന്നെ തോരനായി, പച്ചക്ക തോരനായി, പിന്നെ പുളിശ്ശേരി, പഴം പുളിശ്ശേരി അല്ലേ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ കറി രായേഷൻ ഇങ്ങനെ നന്നായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ ചതച്ചൊക്കെ ഇടുന്നുണ്ട്. ചോറ് എല്ലാം സെറ്റായി കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് വിളമ്പലും ചോറ് കഴിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം TV കണ്ടിരുന്നു കേട്ടോ. കുറച്ച് സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് രായേഷന് ഏത്തക്കാപ്പം കഴിക്കാൻ തോന്നി. ഏത്തക്കാ ബജ്ജി ഉണ്ടല്ലോ, അത് കഴിക്കാൻ തോന്നി കേട്ടോ. ചിലപ്പോഴൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാറുള്ളൂ. അപ്പോൾ ഏത്തപ്പഴം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ബാറ്റർ പോലെ മാവൊക്കെ റെഡിയാക്കി
പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുമല്ലോ, കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഏത്തയ്ക്കാപ്പം. കുറച്ച് എള്ളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, നേരത്തെ വാങ്ങിച്ച. ഞാനാണെങ്കിൽ ഇതുപോലെ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ഈ എള്ള അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ എള്ളൊക്കെ ഇട്ടിട്ട് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുകയാണ്. ഇച്ചിരി വലിയ വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കാണണം, കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഒന്ന് ഏത്തയ്ക്കാപ്പവും എന്നാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത്തയ്ക്കാപ്പം എന്നാണ് പറയുന്നത്. ചായ ഏത്തയ്ക്കാപ്പമൊക്കെ ഒരു പ്രത്യേക കോമ്പിനേഷൻ. അതാണ് കേട്ടോ. വലിയൊരു കന്നാസിൽ എണ്ണ ഉണ്ടോ, അത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് വെളിച്ചെണ്ണയൊന്നും മേടിക്കേണ്ട, അതുപോലെ കന്നാസിൽ വെളിച്ചെണ്ണ ആക്കി കിട്ടുന്നതുകൊണ്ട് എന്തും ഇപ്പം സൺഫ്ലവർ ഓയിലൊന്നും മേടിക്കുന്നില്ല ഞങ്ങൾ. പക്ഷേ നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എപ്പോഴും നല്ലത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുട്ട ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാം. ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി വെറൈറ്റി ബിരിയാണികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള ബിരിയാണീസൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഓരോന്നിടാം. പിന്നെ ഈ മാസം നമ്മുടെ മാർച്ച് മാസമാണല്ലോ. മാർച്ച് മാസം ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പരീക്ഷയുടെ സമയമാണ്, പൊന്നുകുട്ടിക്ക് എക്സാമാണ്. പിന്നെ ഈ മാസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്, ഉത്സവങ്ങളൊക്കെ ഉള്ളൊരു മാസമാണ്. അപ്പോൾ ഇവിടെ ഏത്തയ്ക്കാപ്പമൊക്കെ ആയിട്ടുണ്ട്. ചായ ഇടാൻ പോവുകയാണ്. ചായക്കുള്ള പാല് വെച്ചു കേട്ടോ. ലാസ്റ്റത്തെ ഒരു ഇതായപ്പോഴത്തേക്കും ഏത്തയ്ക്കാപ്പം ഒന്ന് ഫ്ലോപ്പായി പോയി കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഒട്ടിപ്പിടിക്കുമോ അതെന്താണെന്നറിയില്ല. അപ്പോൾ സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന സിനിമയില്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ തുണിയെല്ലാം കഴുകി ഉണങ്ങിയത് കൊണ്ട് നമ്മുടെ സെറ്റിയിലിട്ടു. ഇനി അതൊക്കെ വിരിക്കണം, അതൊരു പണിയാണ്. നമ്മുടെ പൊന്നുകുട്ടി ഇന്നധികം വീഡിയോസിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ആളുടെ മുഖത്ത് നിറച്ച് കുരുക്കൾ വന്നിരിക്കുക, ചൂടുകുരുവാണ് കേട്ടോ. എല്ലാ കൊല്ലവും പൊന്നുകുട്ടിക്ക് ചൂടുകുരു വരും. അപ്പോൾ ആൾക്കൊരു വിഷമമായിട്ടിരിക്കുക, എൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂടുകുരു. അത് കുഞ്ഞു വാവയായിരുന്നപ്പോൾ തൊട്ടേ മുഖത്ത് ചൂടുകുരു ഉണ്ടാകും. അങ്ങനെ ടി വി ഒക്കെ നിർത്തിയിട്ട് ഞങ്ങൾ പഠിക്കുകയാണ് കേട്ടോ. പൊന്നുകുട്ടിക്ക് റിവിഷൻ നടക്കുകയാണ്. അപ്പം ഞാനും കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ചോദ്യം ചോദിച്ചാൽ മതി, ആളിരുന്ന് പഠിച്ചോളും. പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊണ്ടുത്തരും, ഒന്ന് ചോദ്യം ചോദിക്കാൻ പറയും. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ രാജേഷണൻ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ സമുദായത്തിൻ്റെ കുമ്പോടമൊക്കെ വരുന്നുണ്ട്. ഈ പ്രാവശ്യം പൊന്നുകുട്ടിയാണ് കുമ്പോടം എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും പൊന്നുകുട്ടിയായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ പൊന്നുകുട്ടിയാണ് കുമ്പോടം എടുക്കുന്നത്. കുറച്ച് ലോങ് നടപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുമ്പോടത്തിന് അങ്ങനെ പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമുദായ മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അണ്ണൻ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. കമ്മിറ്റിയിൽ മെയിനായിട്ടൊക്കെ ഇവർ കുറച്ച് നമ്മുടെ ബന്ധുക്കളുണ്ട് കമ്മിറ്റിയിൽ. ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഇന്നൊരു പേഴ്സണൽ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതിനായിട്ട് അണ്ണൻ പോയി. അപ്പോൾ പൊന്നുകുട്ടീനെ പിന്നെ ഇരുത്തി ഓരോന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. കണ്ണൻകുട്ടൻ അവിടെ വേറെന്തോ പരിപാടിയില്ല, കളിക്കുക അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിട്ട് കണ്ണൻകുട്ടൻ ഇരിക്കുകയാണ്. ഇനി എനിക്ക് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. നമ്മളൊരു ദിവസം ഞായറാഴ്ച എവിടെയും പോയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും. ഒരുപാട് ജോലികളുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ അല്ലേ, എന്തുമാത്രം ജോലികളാണ്. എത്ര ചെയ്താലും തീരത്തില്ല. അച്ഛൻ പോയതിൻ്റെ വിഷമത്തിൽ കണ്ണൻകുട്ടൻ കിടന്ന് കരയുകയാണ്. അച്ഛൻ ഇന്ന് പോയി, സൺഡേ അല്ലേ, സൺഡേ വൈകിട്ട് അച്ഛൻ പുറത്ത് പോയതിന് കിടന്ന് കരയുകയാണ് കേട്ടോ. ആൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട്. കുറച്ച് നേരമൊക്കെ കരയാതിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല കരച്ചിലാണ്. പിന്നെ നമ്മൾ തൂത്ത് വരികയാണ്. രാവിലെ ഒന്ന് തൂത്തു, വൈകിട്ട് രണ്ടാമത്തെ തൂപ്പാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ അകമൊക്കെ തൂക്കുമല്ലോ. അതിനുശേഷം മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയാണ്. മുറ്റം തൂക്കണം. ഞാൻ 10 മണിയൊക്കെ നല്ല ഭംഗിയായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ 10 മണിയൊക്കെ വളർന്നു. നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നതാണ്. ആ ഒരു വശം ഇങ്ങനെ കുളമായി കിടക്കും, മണ്ണിൻ്റെ കണ്ടോ, ഭയങ്കര കുത്തിക്കിളച്ച പോലെ കിടക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കിയിടും. ഒന്നും തൂക്കത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക്, ഇപ്പം അധികം ചപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ തൂക്കത്തുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കുവാണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്, കുറച്ച് ചെടികൾ. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര പൊടിയാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര പൊടിയാണ്. അപ്പോൾ എല്ലായിടവും ഫ്രണ്ട് വശമൊക്കെ ഞാൻ നനച്ച് കൊടുക്കും കേട്ടോ. ഇച്ചിരി പരിപാടിയാണ് നനയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്ന ആരാന്നറിയാമോ? നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ ആദ്യം ആലോചിച്ച് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമുക്ക്
വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ ഇപ്പം, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഓർത്ത് വേണ്ട, പൊന്നുക്കുട്ടി വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ വെള്ളമൊക്കെ നനയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാൻ ഓസിട്ടിട്ട് ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ദേ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ. അതിന് ശേഷം അകത്ത് കയറി പിന്നെയും നമ്മുടെ പൊന്നുക്കുട്ടി പഠിക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. നമ്മൾ ഈ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലും ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. ആളിരുന്ന് പഠിത്തമാണ്. പൊന്നുക്കുട്ടി ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ കണ്ണൻകുട്ടനൊരു പണി പറ്റിച്ചു കേട്ടോ. കണ്ണൻകുട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം കണ്ണൻകുട്ടൻ എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അങ്ങനെ കണ്ണൻകുട്ടൻ ഉറങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ രാജേഷണം പോയിട്ട് വന്നു. പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ചിക്കൻ വാങ്ങിക്കുക, ബീഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിൽ എനിക്ക് പൊറോട്ട കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പോൾ ദേ പൊറോട്ട, നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി രാത്രിയിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സൺഡേയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫുൾ വീഡിയോ കണ്ടിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ബായ്.